ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് ഇന്ന് നടക്കും. അമേഠിയിലും റായ്ബറേലിയിലും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുന്നു. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം റായ്ബറേലി, അമേഠി പോലുള്ള VVIP മണ്ഡലങ്ങൾ എത്തുന്നുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ ഇത്തരത്തിൽ എത്തുന്നുണ്ട്. പ്രമുഖർ ഏറ്റുമുട്ടുന്ന അഞ്ചാം ഘട്ടമാണ്. ഒരുപാട് വിവാദ പരാമർശങ്ങളൊക്കെ നടന്ന ഒരു പ്രചാരണ കാലം കൂടിയായിരുന്നു ഈ മണ്ഡലങ്ങളിലൊക്കെയും നടന്നത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് തന്നെ ബജറ്റിന്റെ 15% മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്നതടക്കമുള്ള ഒരുപാട് വിവാദ പരാമർശങ്ങൾ ഉയർന്നു വന്ന ഒരു പ്രചാരണ കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഇവിടുത്തെ ജനത എത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നിരിക്കുന്നു. കാരണം ഏതാണ്ട് 400-ലധികം മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അഞ്ചാം ഘട്ടത്തിൽ 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങൾ. ഇത്തവണ ഏതായാലും ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് UP-യിലാണ്. 14 മണ്ഡലങ്ങൾ, മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെ 7 മണ്ഡലങ്ങൾ, ബീഹാറിലും ഒഡീഷയിലും 5 മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങൾ, ജമ്മു കശ്മീരിലെ ബാരാമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് 1 മണ്ഡലം, ഒപ്പം തന്നെ ലഡാക്ക് അങ്ങനെ 1 മണ്ഡലം. അങ്ങനെ 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ VIP സീറ്റുകൾ പലതുമുണ്ട്. 1 റായ്ബറേലി, 2 അമേഠി, 3 രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌ, ഒപ്പം തന്നെ മുംബൈ നോർത്ത് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മത്സരിക്കുന്നു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ബീഹാർ എടുക്കുകയാണെങ്കിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ LJPയുടെ നേതാവാണ്. അദ്ദേഹം ജനവിധി തേടുന്നു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളും ജനവിധി തേടുന്ന മണ്ഡലങ്ങൾ ആണ് അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. BJPക്കും NDAക്കും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് ഈ ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2019-ൽ BJP വലിയ മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് 49-ൽ 32 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടിയ പ്രദേശത്താണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിന് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിരുന്നത്. റായ്ബറേലി മണ്ഡലമാണ്. 2019-ലെ കണക്കിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് 14 സീറ്റുകളിലാണ് ഈ മേഖലയിൽ വിജയിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം നടത്തണമെങ്കിൽ ഈ മേഖലയിൽ, അതായത് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മുന്നേറ്റം നടത്തിയേ തീരൂ. ഏതായാലും UP-യിൽ സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഏറെ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ ഇന്ത്യ സഖ്യത്തിനുണ്ട്. പക്ഷേ BJP അടക്കമുള്ള NDA നേതാക്കൾ വ്യക്തമാക്കുന്നത് അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തേതിന് സമാനമായൊരു പ്രകടനം ഇത്തവണ ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർന്നതിന് ശേഷം NCP പിളർന്നതിന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പ്, പ്രത്യേകിച്ച് ഈ 13 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും നഗരമണ്ഡലങ്ങളാണ്. അതായത് മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളാണ്. ഏതാണ്ട് 6-7 മണ്ഡലങ്ങൾ മുംബൈ നഗരപ്രദേശങ്ങളിൽ വരും. അപ്പോൾ സ്വാഭാവികമായും അത് ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിലായാലും ശിവസേന തന്നെയാണ് കൂടുതൽ നഗരമണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസത്തിൽ താഴെ മാത്രം മഹാരാഷ്ട്രയിൽ സമയം. അപ്പോൾ മഹാരാഷ്ട്രയിലെ കക്ഷികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ 7 മണ്ഡലങ്ങളിൽ 4 തൃണമൂൽ കോൺഗ്രസ്, 3 BJP എന്നിങ്ങനെയായിരുന്നു 2019-ലെ കക്ഷി നില. അപ്പോൾ BJP ഈ പറയുന്നത് പോലെ 400-ലധികം സീറ്റ് നേടുമെന്നൊക്കെയായിരുന്നു BJP നേതാക്കളുടെ അവകാശവാദം. അങ്ങനെ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ BJPക്ക് സ്വാഭാവികമായും പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടിയേ മതിയാകൂ. കാരണം BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം BJP നടത്തിയതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു അവകാശവാദത്തിന് അടുത്തെങ്കിലും എത്തണമെങ്കിൽ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP വലിയ മുന്നേറ്റം നടത്തണം. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 6 മണി വരെയാണ് മിക്ക സ്ഥലത്തും വോട്ടെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.